ഇന്ന് വൈകിട്ട് നമ്മൾ നേരെ നമ്മുടെ പാപ്പിടി ചുരണ്ടേഴ്സായിട്ട് പോയത് മുക്കാലോട്ട് അമ്പലത്തിലോട്ടാണ്. ഇന്നലെ തന്നെ നമ്മൾ ഇടാനുള്ള സ്പോട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ചെന്ന പാടെ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളവിടെ പണി തുടങ്ങി. ഇന്നലത്തെയും അതിന് തലേന്നത്തെയും ഒക്കെ റീൽസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ നമ്മൾ മുക്കാലോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നാലാം ഉത്സവമായ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ റീൽസ് കണ്ട് ഒരുപാട് ഫോളോവേഴ്സ് നമ്മുടെ ചുരണ്ടേഴ്സ് ഓടിക്കാനായിട്ട് അവിടെ വന്നിരുന്നു. അല്ലാതെ അമ്പലത്തിൽ വന്നവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവരെല്ലാവരും തന്നെ നമ്മുടെ പാപ്പിഡൂസ് വ്ലോഗിന്റെ ഫോളോവേഴ്സ് ആണ്. അതുപോലെ ഇവരെല്ലാം ചുരണ്ടി ഐസ് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. ഇവരുടെ എല്ലാവരുടെ റിയാക്ഷൻ കാണുമ്പോഴും അതുപോലെ അവരുടെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴും നമുക്ക് വളരെ സന്തോഷമുണ്ട്. സോ ഇനി ഫെബ്രുവരി 2 വരെ നമ്മൾ ചിറയൻകീഴ് പുതുക്കരി മുക്കാലവട്ട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലായിരിക്കും നമ്മുടെ ചുരണ്ടി ഐസായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വന്ന് നമ്മുടെ ചുരണ്ടി ഐസ് ട്രൈ ചെയ്ത് നോക്കിയ എല്ലാ ഫോളോവേഴ്സിനോടും നമ്മുടെ താങ്ക്സ്. അതുപോലെ ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ വന്നാൽ മതി. അതുപോലെ ഈ ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്തേക്കും നമ്മുടെ വർക്കലയുള്ള ശാരദ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ്. പിന്നെ ഞാൻ ഇന്നലത്തെ റീല് പറഞ്ഞ പോലെ തന്നെ ഈ അമ്പലത്തിൽ 10 ദിവസം അന്നദാനവും 10 ദിവസം രാത്രിയിൽ കാപ്പി സദ്യയും ഉണ്ട്. സോ ഇന്നും നമ്മൾ ഇവിടുത്തെ കാപ്പി വാങ്ങിച്ച് കഴിച്ചായിരുന്നു രാത്രിയിൽ. ഇവിടെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും വടയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളും വാങ്ങി കഴിച്ചു അവിടുത്തെ ഇഡ്ഡലിയും സാമ്പാറും. നമ്മുടെ അടുത്തുണ്ടായിരുന്ന എല്ലാ കടക്കാരുമായിട്ട് നല്ല കോപ്പറേഷൻ ആയിരുന്നു. അതുപോലെ അവിടുത്തെ നാട്ടുകാരും അമ്പലക്കാരും എല്ലാവരും തന്നെ നല്ല സഹകരണം. സോ നിങ്ങൾ സ്പോട്ട് മറക്കണ്ട, പുതുക്കരി മുക്കാലോട്ട ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ ചുരണ്ടേഴ്സ് ഉറപ്പായും ട്രൈ